യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അങ്ങനെ പറയരുത് പ്ലീസ്. ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഒരു മിനിറ്റ് പോസ്. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാൻ മറന്നുപോയെ, അത് പാളിപ്പോയിരിക്കുന്നു. നമുക്ക് ഈ പൊക്കിരിനെ പൂക്കി വെക്കണം. സോ പോക്കിരി പൂക്കിയായിരിക്കുന്നു. പഞ്ഞി എന്തിനാ പോളേ ഇങ്ങനെ പറഞ്ഞില്ലെന്ന്. അപ്പൊ ഞാൻ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇല്ല, മീശ ഞാൻ വെട്ടില്ല, ഞാൻ വെട്ടില്ല. സ്കിൻ കെയർ ചെയ്യാനുള്ള ആളിവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. കണ്ടന്റ് എക്സ്പെക്ടേഷൻ പറയും എന്താവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മള് എന്ത് ചെയ്യണം കണ്ണ? നമ്മള് ഫേസ് വാഷ് വെച്ച മുഖം ഒന്ന് കഴുകി. അയ്യോ, ഒരു കാര്യം ചെയ്യണമായിരുന്നു. മറ്റേ മുക്കി സെറ്റ് കൊടുത്തില്ല, ഞാൻ എന്റെ മുഖം കഴുകിത്തരണ്ടേ. സോ നമ്മള് ഒരു മെയിൻ സാധനം വിട്ടുപോയി. നമുക്ക് ഈ പൊക്കിരിനെ പൂക്കി വെക്കണം. അപ്പൊ ഇപ്പോൾ ഓൾറെഡി എടുത്ത ഫേസ് വാഷ് ഞാൻ എൻ്റെ മുഖത്ത് വെച്ച് കഴുകിയിട്ട് വരാം. സോ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലെങ്കിലും നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് കാണാനായിരിക്കുമല്ലോ ഭംഗി. അപ്പൊ ഈ കുട്ടിയെ നമുക്കൊരു ബ്യൂട്ടി പാർലർ സെറ്റപ്പിലോട്ട് കൊണ്ടുവരണം. അതിന് ആദ്യം നമുക്ക് വേണ്ടത് പോക്കിരിങ്ങനെ പൂക്കി വെക്കാൻ നമുക്കൊരു ഹെയർ ബാൻഡ് വേണം. ഞാൻ ഓൾറെഡി അത് ഇവിടെ അടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പോക്കിരിനെ നമുക്ക് പൂക്കി വെക്കാം. അയ്യോ, ഇതിങ്ങനെ ഇങ്ങനൊന്നും അല്ലേട്ടാ ഇത്. ഓക്കെ, സോറി. സോ പോക്കിരി പൂക്കിയായിരിക്കുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫേസ് വാഷാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. കാരണം അതേ ഇവിടെ ഉള്ളൂ. ശരിക്കല്ലടാ, സീരിയസ് ആണ്. സ്ട്രെങ്ത് പോരാന്നാണ് പറയുന്നത്. സോ ഈ സ്ട്രെങ്ത് ഒക്കെയാണോ? പവർ ഇത്രയേ ഉള്ളൂ. അതിന്റെ മുഖത്തിന് പകുതി താടിയാ. പിന്നെ എനിക്ക് സ്പേസ് കിട്ടുന്നില്ല. സ്പേസ് ഇല്ല സാധനങ്ങളാണ്. അല്ല, ഇതിന് ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയറിൽ അപ്പം തന്നെ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാല് ചേഞ്ച് വരുത്തുള്ളൂ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ബലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. സോറി, ബലമല്ലേ, ഫലം. ഓക്കെ, ഫേസ് വാഷ് നേരത്തെ ഞാൻ കുറച്ച് പിശിക്കും എടുത്തു എന്നൊരു സംശയം. സോ നമുക്ക് കുറച്ചും കൂടെ എടുക്കാം. ഇപ്പോൾ കൂടിയോ? കാരണവന്മാരെ ശക്തി തരൂ. നീ അടങ്ങി കിടക്കും കുട്ടി. ഇതിപ്പോ ഒരു പാർലറാണ്. ഇനി എങ്ങനെ തന്നെ കിടക്കും? അത്യാവശ്യം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു മിനിറ്റ് പോസ്. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാൻ മറന്നുപോയെ, വരാം. നമ്മൾ മൊത്തം വെള്ളം വെച്ചുള്ള കളിയായതുകൊണ്ട് ഈ ഒരു സാധനം വളരെ അത്യാവശ്യമാണ്. പഞ്ഞി എന്തിനാ പോളേ അങ്ങനെ പറയണ്ടോ? ഈ കൈ മത്ത് എങ്ങനെ ഇടുക? ഇങ്ങനെയല്ലേ ഇടുക? ശരിയായോ? കൊന്നിട്ടൊന്നുമില്ല. ഇങ്ങനാണോ? കൈ ഇതിനകത്താണോ വരിക? ഓക്കെ, ഒന്നും തന്നെ തണുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും ആവത്തില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞില്ലെന്ന്. അപ്പൊ ഇനി നമ്മളിത് കളയുവാണേ. നോർമൽ വെള്ളമാണ് ഇത്. ഐസ് വെള്ളമൊന്നും തണുപ്പില്ല. നോർമൽ വെള്ളമാണ്, പക്ഷെ തണുപ്പുണ്ട്. ഐസ് എനിക്ക് എ സിയിൽ ഇരുന്ന കാരണം കുറെ നേരമായിട്ട് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എ സി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ഫേസ് വാഷ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ ഭയങ്കര ചെയ്യണം എന്ന് വിചാരിച്ച സ്റ്റെപ്പ്. അല്ല,
എൻ്റെ കണ്ണു തുറന്നു നോക്കുക കണ്ണ. ഐസ് ബാത്ത്. സോ ഓൾറെഡി നമ്മൾ ഇന്നലെ ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തുറക്കാൻ യെസ് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. From 60 degree to 0 degree. സുഖമുണ്ടോ? അയ്യോ തണുപ്പാടാ. പക്ഷെ നല്ലതാ. അയ്യോ മുറുകെ പാർത്തിട്ട് പോയിരിക്കും പൊട്ടിപ്പോകും. നല്ല തണുപ്പുണ്ടോ? സീരിയസ് തണുപ്പുണ്ടോ ക്വസ്റ്റ്യൻ ഇവിടെ ലോജിക്കലി എനിക്ക് അറിയില്ല. ഇത്ര തണുപ്പുണ്ടോ? ആ നല്ല സുഖമുണ്ട്. ആ സുഖമില്ല പക്ഷെ ഒന്നും പറയില്ല. ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥലത്തൊക്കെ അല്ലേ, ഒരുപാട് നേരം ഒരു സ്ഥലത്തൊക്കെ അല്ലേ. ഓക്കെ 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 അത് പോയിന്റ് ഇതിനോട്ട് ഇത് കയ്യിൽ പിടിക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ, മൂത്ത് ചെയ്യണ്ടല്ലോ. ഒരുപാട് വേണ്ട. ഓക്കെ ഇത് ഭയങ്കര തണുപ്പ് കൊച്ചിന് സഹിക്കാൻ പറ്റുന്നുണ്ട് തൽക്കാലം. തണുപ്പുണ്ടോ? 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 അപ്പം ഇതുമായിട്ട് ചൂടാണോ കണ്ണ്? ഇത് പാവക്കുട്ടീനെ ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തൽക്കാലം നിർത്തുവാണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഹെഡ് റിമൂവലാണ്. ബ്യൂട്ടി ആയോ? ബ്യൂട്ടി ആയി നല്ല ബ്യൂട്ടി ആയി ഇല്ലേ? നല്ല ബ്യൂട്ടി ആയില്ലേ? അപ്പം ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ടൊരു ഹാക്ക്. ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ തോന്നിയ സാധനങ്ങളാണ്. ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ടൊരു ഹാക്കാണ്. അപ്പോൾ ഇത് നടക്കുമോ നമുക്കറിയത്തില്ല. ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാസലിൻ വെച്ചിട്ടൊരു ഹാക്ക്. സോ നമുക്ക് ട്രൈ ചെയ്യാം. വാസലിൻ മാത്രമാണ് ഈ സെറ്റപ്പിൽ ഇവിടെ ഇല്ല. സോ അതെടുത്തിട്ട് ഇങ്ങനെ ഇതാവുന്നു. ആ ഹാക്കിൽ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെയർ വാസലിൻ തേക്കാനാണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഫിലിമാണ്. ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലത്ത് അതേ ഷേപ്പിൽ വെക്കണം. പക്ഷേ കത്രിക എൻ്റെ കൊച്ചിൻ്റെ ജീവൻ പ്രധാനമായതുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ നമുക്ക് മൂർച്ചയുള്ള കത്രികയില്ല. ഇത് മുറിക്കണം കണ്ണാ ഷേപ്പില്. ഓക്കെ ഇതിപ്പോ ഭാഗ്യത്തിന് മുറി ഇല്ല. മീശ ഞാൻ വെട്ടില്ല. ഞാൻ വെട്ടില്ല. നമ്മുടെ കറുപ്പ് കത്രിക കാണുന്നില്ല. എന്ത് കറുപ്പ് കത്രിക കാണുന്നില്ല? കത്രികയുടെ കാര്യം ഞാൻ ഓർത്തില്ല. ഞാനൊന്നും ഓർത്തില്ല. അയ്യോ ഇതൊരു 10 മിനിറ്റ് നമ്മൾ വെക്കണം. സോ ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലീൻ ഫിലിം വാസലിൻ്റെ മുകളിൽ നന്നായിട്ട് ഒപ്പിച്ച് വെക്കാം. സോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ തിരിച്ചു വരുന്നതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഓക്കെ ചിലപ്പോൾ ബ്ലാക്ക് ഹെഡ് റിമൂവ് ആയാലോ? ആവും. വിശ്വാസം വേണം. ഫസ്റ്റ് നിങ്ങൾ വിശ്വസിക്കൂ, അതെല്ലാം നടക്കും. നിങ്ങൾ എന്താണ് പൗലോ കോയിലോ എന്താ പറഞ്ഞിട്ടില്ലേ, നമ്മളൊരു കാര്യത്തിൽ അത്ര വിശ്വസിക്കുവാണെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. സോ ഈ സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നമ്മൾ വിചാരിക്കുക. ലൈഫിൽ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മുന്നോട്ട് പോവാം. നേരത്തെ ബ്ലാക്ക് ഹെഡ് ഒന്നും കാണിക്കില്ല. നമ്മൾ ബഡ്സ് എടുത്ത് ഇങ്ങനെ ഉറച്ചു നോക്കുമ്പോൾ ഈ സാധനം പോവോ നോക്കാം. വേദനയ്ക്കുവാണെങ്കിൽ പറയണേ. എൻ്റെ ഫോഴ്സ് പോരാന്നും പറഞ്ഞിട്ട് സ്വയം ചെയ്യുകയാണ്. ഉണ്ടോ? എവിടെ പറഞ്ഞ കാണിച്ചോ?
ഞാൻ വിചാരിച്ച് ശരിയാവുന്നില്ല എന്നാണ് കമ്പനിയുടെ അഭിപ്രായം. സോ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ആ കറുപ്പടയിൽ കുട്ടിക്കുട്ടുള്ള സാധനമല്ലേ? സോ നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടും നമുക്ക് ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കറക്റ്റ് അറിയാഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ ഫിലിം ഒട്ടിച്ചതും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. സോ അത് വാടിപ്പോയിരിക്കുന്നു. അപ്പം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ക്ലെൻസിങ് ആണ്. സോ ഇത് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെല്ലിനൊക്കെ റിമൂവ് ചെയ്യുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ശരി വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. സോ അത് നമ്മൾ ചൂടുള്ള സാധനങ്ങളില്ല, എല്ലാം തണുപ്പുള്ള സാധനങ്ങളായിരുന്നു. പിള്ളേർക്ക് കളിപ്പാട്ടം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? അതേ ഒരു ഫീലാണോ എനിക്ക് എന്നൊരു സംശയം. അപ്പൊ നമ്മൾ സ്ക്രബ് ഒക്കെ ഇട്ട് മൊത്തത്തിൽ ഇതൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നു. സോ ഇനി നമ്മളിത് ജസ്റ്റ് കളയുകയാണ്. ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നല്ല പ്രോ ആയിട്ട് തോന്നില്ല നിങ്ങൾക്ക്? അതാ വെറും അഭിനയം. ഓക്കെ ഓക്കെ, തുടച്ചോ. ഭയങ്കര തണുപ്പാണ്, വെള്ളത്തിന് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്കിൻ കെയറിന് പൂജിച്ച് കെയർ ചെയ്യേണ്ട ആളുകൾ മുങ്ങിപ്പോ കിടന്ന് റെസ്റ്റ് എടുക്കുവാണ്. പ്ലീസ് പ്ലീസ് കം ടു ദി സ്റ്റേജ്. നല്ല അനുസരണമുള്ള കൊച്ചായതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞപ്പം വരാൻ സംബന്ധിച്ച് വന്നിരിക്കുവാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. നമ്മൾ കാപ്പിപ്പൊടി ആൻഡ് തേന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. ഇത് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പണ്ട് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് വർക്ക് ചെയ്യുന്ന സാധനമാണെന്ന് ഒരു വിശ്വാസമുണ്ട്. സോ നമ്മുടെ ഫൈനൽ ഇത് ഫേസ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ മുഖത്ത് നിറച്ച് താടിയാണ് ഗൈസ്. സോ എനിക്ക് സ്പേസ് ഇല്ല. ഇത് ചെയ്യാൻ എനിക്ക് സ്പേസ് ഇല്ല. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ഫേസ് മാസ്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്കുമല്ലേ. അപ്പം ഇതൊക്കെ എടുത്തിടും. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ഫേസ് മാസ്ക് ഞാൻ പറയട്ടേടാ. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ഫേസ് മാസ്ക് നമ്മൾ ഇട്ടിരിക്കുന്നു. അപ്പം ഇനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് റിമൂവ് ചെയ്യും. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് സ്റ്റെപ്പ്. കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സ്കിൻ കെയറിൻ്റെ പരിപാടി കഴിഞ്ഞു. കാരണം അതൊന്നും വേണ്ട, കാരണം പ്ലീസ് കാരണം നല്ല പോലെ ഞാൻ ഓരോരോ ഇത് പറയാം. ബീബൽസ്, കരുണം, മറ്റേ ലാസ്യം, ഭയാനകം, ആശ്ചര്യം, പിന്നെ എന്നുള്ളത് ദിസ് ഈസ് കറങ്ങുന്ന കസാര. നമുക്ക് ഇറങ്ങി വിടാൻ. സോ എന്തായാലും കണ്ണന് ഒരു 10-15 മിനിറ്റ് ആ മാസ്ക് ഇട്ട് വെക്കണം. എന്തായാലും കണ്ണ് ട്രൈ ചെയ്തല്ലേ, ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഇത്ര സ്റ്റെപ്പൊന്നും ഇടാനുള്ള ക്ഷമ എനിക്കില്ല. ഓൾറെഡി ഞാൻ കുറച്ച് മുന്നേ ഫേസ് വാഷ് ചെയ്തായിരുന്നു. സോ
നമുക്ക് ഡയറക്റ്റ്ലി ഈ സാധനം ഇട്ട് നോക്കാം. ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി. അപ്പം ഇനി നമ്മളിത് കഴുകാൻ പോയി ഇവിടെ നിന്ന് കഴുകി കഴിഞ്ഞതിൻ്റെ കാര്യം തീരുമാനമാവുന്നത് കൊണ്ട് നമുക്ക് കഴിഞ്ഞ് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും മോം കഴുകി വന്നു. എന്തെങ്കിലും ചേഞ്ച് ഫീൽ ആവുന്നുണ്ടോ? മുഖത്ത് തണുപ്പ് ഫീൽ ചെയ്യുന്നു, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും വെളുത്ത് തുടുത്തിട്ടൊന്നുമില്ല. നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം മുഖത്തിനൊരു സുഖം തോന്നുന്നുണ്ട്. കണ്ണനൊന്നും തോന്നുന്നില്ലേ? തണുപ്പ് അതായത് കയ്യിൻ്റെ തണുപ്പാണ്, പക്ഷെ മുഖത്തിനൊരു സുഖം തോന്നുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ സ്കിന്നിന് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ ഇത് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്. സോ നടക്കട്ടെ. അപ്പം ദാറ്റ്സ് ഓൾ. ബൈ ബൈ കണ്ണ. ബൈ ബൈ ബൈ.